பேசும் வார்த்தைகள் சேகரித்து செய்வேன் அன்பே உரகராதி. நீ தூங்கும் நேரத்தில் தூங்காமல் பார்ப்பேன் தினம் உன் தலை கோதி. காதோரத்தில் எப்போதுமே உன் மூச்சு காற்றின் வெப்பம் சுமப்பே. கையோடுதான் கை கோர்த்துதான் உன் மார்பு சூட்டில் முகம் புதைப்பே. வேறென்ன வேண்டும் உலகத்திலே, இந்த இன்பம் போதும் நெஞ்சினிலே. 7 ஜென்மம் வாழ்ந்து விட்டேன், அக்கம் பக்கம் யாருமெல்லாம் பூலோகம் வேண்டும். அந்திப்பகல் உன் அருகே நான் வாழ வேண்டும். என் ஆசையெல்லாம் உன் இறுக்கத்திலே, என் ஆயுள் வரை உன் அணைப்பினிலே. வேறென்ன வேண்டும் உலகத்திலே, இந்த இன்பம் போதும் நெஞ்சினிலே. 7 ஜென்மம் வாழ்ந்து விட்டேன். ഹായ്, ഇതാര്? ഇന്നെന്താ എല്ലാരും നേരത്തെ? അത് ഉച്ചയ്ക്ക് നേരത്തെ പോണായിരുന്നടി, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഈ സമയത്ത് വീട്ടിൽ അംഗമായിരിക്കും. സ്വാതി, കൊറേ ആയല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു മിസ്റ്റർ? ഞാനിവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, ഇന്നെന്താ നേരത്തെ? അതൊന്ന് ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ട്, അതായിരുന്നു നേരത്തെ പോണേ. പിന്നെ ഞാൻ നേരത്തെ പോയി കഴിഞ്ഞാൽ ഇവിടെ വലിഞ്ഞു തിരിഞ്ഞ് ബസ്സൊക്കെ കയറിയിട്ട് വേണ്ടേ ഓഫീസിലേക്ക് പോവാൻ. അതാ പിന്നെ ഇവളെയും കൂട്ടിയേ. ഓ അങ്ങനെ. അല്ല, നീയും സ്വാതി ഒരു സ്ഥലത്തേക്കല്ലേ? അതുകൊണ്ട് അല്ല, നീ സ്വാതിയുടെ കൂടെ പോകുന്നുണ്ടേ പൊക്കോ, അതാവുമ്പോ എനിക്ക് അത്രയും ദൂരം വരണ്ടല്ലോ. അയ്യേടാ, ഞാൻ ഇച്ചിരി കൂടെ വരുന്നുള്ളൂ. ഓ, ഒരു ലവ് ബേർഡ്സ്. ഇതിന് നീ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നിനക്കും ഇങ്ങനെ സ്നേഹിക്കണമെങ്കിൽ ഒരു കല്യാണം കഴിക്കേ. അയ്യോ, എനിക്ക് ഒരു അസൂയയില്ല. എനിക്ക് കല്യാണവും വേണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാവേ. ആ, സിഗ്നൽ മാറിയല്ലോ. എന്നാ പിന്നെ മ്യാമി അങ്ങോട്ട് പോട്ടെ മക്കളെ. നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഇവിടുന്ന് സല്ലപിക്ക്. ചെല്ല്. അപ്പോ ഇവിടുത്തെ ഒരു കല്യാണം കഴിച്ചിട്ടില്ലേ? അപ്പോ ശരിക്കും ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ എനിക്ക് ചാൻസ് ഉണ്ടല്ലോ. അത് തന്നെ, നീ നിന്റെ കാമുകനെ കാണാൻ തോന്നിയിട്ട് ഞങ്ങൾ ഇതിനാണ് വേഗം നടക്കുന്നേ. ഇങ്ങനെ സ്നേഹമില്ലാത്ത രണ്ട് ദുഷ്ടകളും. ഇത്രയ്ക്ക് സ്നേഹമൊക്കെ മതി. 3 കാമുകനെ കണ്ടിട്ട് വാ, ഞങ്ങൾ പയ്യെ വന്നോളാം. ഒറ്റയ്ക്ക് പോവാനോ? എനിക്ക് പേടിയാ. എന്നാ പയ്യപ്പോ. കഴിഞ്ഞ ദിവസം ലീവൊക്കെ എടുത്ത ഒരാളെ കാണാൻ പോയായിരുന്നല്ലോ. എന്തായി? ഒരു കല്യാണ സദ്യക്കുള്ള ചാൻസ് ഉണ്ടോ?
എന്തടിച്ചിരിക്കുന്നേ? സെറ്റായോ? ഏയ് ഇല്ല, പോടി. ആ, ഞാൻ നീ ചിരിക്കണ കണ്ടപ്പോൾ വിചാരിച്ച് സെറ്റായിന്ന്. ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിന്റെ മുന്നേ വന്ന് നിൽക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല, കല്യാണം ഉറപ്പിച്ചെങ്കിൽ അതെങ്ങനെ മുടക്കാന്നുള്ള റിസർച്ചിലായിരിക്കുമല്ലോ. അല്ല, ഇത്തവണ എങ്ങനെയാ മുടക്കിയേ? അയ്യാടാ, അതൊന്നും ഞാൻ പറഞ്ഞു തരില്ല. അതൊക്കെ എൻ്റെ സീക്രട്ട് യുദ്ധമുറകളാണ്. യുനോ? പറയടി പെണ്ണേ, എങ്ങനെയാ? തല പുകയുന്ന പ്ലാനൊന്നും ഇല്ല. എനിക്ക് പുള്ളി ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു, പുള്ളി പോയി. എന്നിട്ട് കല്യാണം മുടങ്ങിയോ? പിന്നെ അല്ലാണ്ട് കല്യാണമൊക്കെ തുടങ്ങി. അതല്ലേ ഞാനിങ്ങ് വന്നത്. എന്താ മോളെ, നിനക്ക് ബുദ്ധിയില്ലാന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്രയും ഭാഗ്യമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പോടി, എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. പിന്നെ അതെ അതെ, ചക്കിയിട്ട് മൊയില് എത്തും, എന്നിട്ട് അവൾക്ക് ബുദ്ധിയാണ്. നടക്കങ്ങോട്ടെ. ഓ വാ. എടി പെണ്ണെ, മതിരി നോക്കിയത്, വാടി ക്ലാസ്സിൽ പോടി, ഇപ്പൊ തന്നെ ലേറ്റ് ആയിടി. എടി, ഇത് എന്താണ് ഇത്ര നേരിട്ട് കാണാത്തെ? ഇന്നിനി വരില്ലേ? ആർക്കറിയാം, ഇനിയിപ്പോ വരില്ലായിരിക്കൂടി. നീ വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഓയ് ലേഡീസ്. ഹൈ ഹൈ. ഹലോ. മോളേടി, ഇവര് രണ്ടുപേരും വന്നിട്ടുണ്ട്. അപ്പൊ നിന്റെ ആള് ഇവിടെ എവിടെയെങ്കിലും കാണും. സെർച്ച്. അയ്യോ, അത് പറഞ്ഞപ്പോഴത്തേക്കും പുറത്ത് 100 വാൾട്ടിന്റെ ബൾബാണല്ലോ. എങ്ങോട്ടാണ് വായനരപ്പടാ? ക്ലാസ്സിലേക്കാ? ഞങ്ങൾ അങ്ങനെ വിളിക്കണ്ട. ഓ സോറി. എന്താണെന്നറിയില്ലടി, നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുള്ളൂ. എടി, അന്നെ കാർത്തിക്കേട്ടനെ കാണുന്നില്ലല്ലോ, ഇന്ന് വരില്ലേ? ബെസ്റ്റ്. നീ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നീ അവരോട് ചോദിക്കും കാർത്തിക്കേട്ടൻ വരുമെന്ന്. അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ എനിക്കിങ്ങനെ അറിയാനാ? എന്താടി? കാർത്തിക്കേട്ടനെ കാണാത്തോണ്ട് ഇവിടെ ഒരാൾക്ക് സങ്കടം. എന്റെ സങ്കടം എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്താണ് മൂന്നും അവിടെ ഒരു കുണൂണു? ഒന്നുമില്ല. പെണ്ണെ, ഇപ്പൊ ചോദിക്കുന്നുണ്ടെങ്കിൽ ചേട്ടനോട് ചോദിച്ചോ. ഇത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കോലി വരെ ഞാൻ ഭിത്തിയിലടിക്കും. എനിക്ക് പേടിയാ. കഷ്ടം. എന്താടി? ഒന്നുമില്ല. ചോദിക്കുന്നുണ്ട്, ചോദിക്കാമോട്ടെ. എനിക്ക് പേടിയാടി. നിങ്ങൾ മൂന്നെണ്ണം കൂടി കുറെ നേരം ആയല്ലോ. എടി, പിള്ളേരെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കടി. അത് ബെല്ലടിച്ചു. ഓക്കെ ബൈ. ആന്റടി, അവൾ ഓടിയടി. വാടി, ക്ലാസ്സിൽ പോവാം. അയ്യോ, സിദ്ധാർത്ഥ് സർ. സാറിന്ന് ലേറ്റ് ആയല്ലോ. പോരത്തിനിന്ന് മറ്റേ വഴി കണ്ടുമില്ല. അത് ഞാനിന്ന് വേറെ റൂട്ടാ വന്നേ. ഓ, ആണോ? അല്ല, ടീച്ചർ എന്താ അകത്ത് കയറാഞ്ഞേ? ടീച്ചറിന് ലേറ്റ് ആയോ? കുറച്ച്. ഞാൻ സിദ്ധാർത്ഥ് സാർ ആ വഴി വരുമെന്ന് പറഞ്ഞ് കുറച്ചു നേരം അവിടെ നോക്കി നിന്നു. അങ്ങനെ. അയ്യോ സോറി ടീച്ചറെ, ഞാൻ പറയാൻ വിട്ടുപോയതാ. അത് കുഴപ്പമൊന്നുമില്ല സാറേ. അല്ല, സാർ എന്താ റൂട്ട് മാറി വന്നേ? അത് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഷോപ്പുണ്ട്. എന്നിട്ട് വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചോ? അതൊക്കെ വാങ്ങി. എന്നാ വാ, സ്റ്റാഫ് റൂമിലേക്ക് പോ. സാറേ നിക്ക്. അല്ല, സാറിനിപ്പോ പുതിയ അലയൻസ് ഒക്കെ നോക്കുന്നുണ്ടോ? ഓ, അതിലൊന്നും ഒരു കുറവുമില്ല. അമ്മയാണെങ്കിൽ എന്നെ കെട്ടിച്ചിട്ടേ വിടുന്നുള്ള വാശിയില്ല. അല്ലേലും അമ്മമാരെങ്ങനെയാ. ഞാനിന്ന് രാവിലെയും കൂടെ ഒരെണ്ണം കണ്ടിട്ട് വന്നേ ഉള്ളൂ. അതാ ലേറ്റ് ആവാനുള്ള വേറൊരു റീസൺ. ആഹാ,
എന്നിട്ട് ടീച്ചർക്ക് ആളെ ഇഷ്ടമായോ? ഉറപ്പിച്ചോ? ഇല്ലില്ല, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് എനിക്ക് അലയൻസിനോട് താല്പര്യമൊന്നുമില്ലയെന്ന്. അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കല്യാണം വേണ്ട. എന്തോ അയാളെ എനിക്കങ്ങ് ഇഷ്ടമായില്ല. അതെന്തേ മിസ്സേ? അത് അയാൾ എൻ്റെ ടേസ്റ്റ് അല്ല. ഓ, അപ്പോൾ ടീച്ചർക്ക് കുറച്ച് ഇമാജിനേഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. കുറച്ചൊക്കെ. ആ, ഗുഡ് മോർണിംഗ് സിദ്ധാർത്ഥ് സാർ. ഗുഡ് മോർണിംഗ്. അതെന്താ അലക്സ് സാറേ, സിദ്ധാർത്ഥ് സാറിന് മാത്രമേ ഉള്ളൂ ഈ ഗുഡ് മോർണിംഗ്? ഗുഡ് മോർണിംഗ് മിസ്സേ. ഗുഡ് മോർണിംഗ്. ഓഹ്, ബെല്ലടിച്ചു. എന്നാൽ ശരി സിദ്ധാർത്ഥ് സാറേ. ശരി പ്രീതി മിസ്സേ, ഞാൻ പോട്ടെ. ശരി. സാറ് ചെല്ല്. അല്ല, സാറെന്താ ക്ലാസ്സിലേക്ക് പോകത്തെ? എനിക്ക് അവർ ഫ്രീയാ മിസ്സേ. ഓ, ആഹാ, നിങ്ങൾ രണ്ടുപേരും പോയില്ലേ? ഇല്ല മിസ്സേ, എനിക്ക് അവർ ഫ്രീയാ. ഓ ആണോ? അപ്പം മിസ്സിനും ഫ്രീ ആണോ? അല്ല, എനിക്കൊരു തലവേദന. ഞാൻ എൻ്റെ പീരീഡ് വേറെ ആർക്കെങ്കിലും കൊടുത്താലോ എന്ന് ഓർത്തിരിക്കുക. ഓ, ഓക്കെ. സിദ്ധാർത്ഥ് സാറിന് ഈ അവർ ഫ്രീ അല്ലേ? എനിക്കൊരു സഹായം ചെയ്യാവോ? ആ സെക്കൻഡ് ബാച്ചിന് ഒന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുമോ? എനിക്കിപ്പോൾ കുറച്ച് പണിയുണ്ടായിരുന്നു. അല്ല, സാറ് ഫ്രീ ആണെങ്കിൽ മതി. സാറിന് ആഫ്റ്റർനൂൺ ഞാൻ എൻ്റെ ഒരു അവർ തരാം. ഓ, അതിനിപ്പോൾ എന്താ മിസ് പ്രശ്നം? എനിക്കിപ്പോൾ ഈ അവർ ഫ്രീ അല്ലേ, ഞാൻ ക്ലാസ് എടുത്തോളാം, കുഴപ്പമൊന്നുമില്ല. ഓ, താങ്ക് യു സർ. ആ, കുഴപ്പമില്ല മിസ്സേ. സാറിന് വേറെ വർക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ആക്ച്വലി എനിക്കൊരു വർക്കുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ഒരു 5 മിനിറ്റും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നോളൂ. ഓ, അത് ഏയ്, ഞാൻ എടുത്തോളാം. എന്നാ ശരി മിസ്സേ. പോയോ? ഈ പുള്ളിക്കാരിനെ ഞാൻ എന്നാലും ഇന്ന് വന്നില്ലേ, അത് സമാധാനമില്ല. എടി അന്നമ്മേ, എന്നാലും കാർത്തികേട്ടൻ എന്നാടി ഒന്നും വരാത്ത? ഇന്നിനി വന്നില്ലേ? അതാണ് ഇനി നമ്മൾ കാണാഞ്ഞേ. ഒന്ന് നിർത്തടി. കഴിഞ്ഞ 1/4 മണിക്കൂറായിട്ട് ഞങ്ങൾ ഇത് തന്നെ കേൾക്കണേ. എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. സത്യം, ഇവക്ക് പ്രേമം മൂത്ത് ഭ്രാന്തായതാ. യെസ്, ഐ ആം മാഡ്. സ്നേഹം വട്ടാണെങ്കിൽ, പ്രേമം ഭ്രാന്താണെങ്കിൽ, യെസ്, ഐ ആം മാഡ്. എനിക്ക് പപ്പയുടെ കയ്യെടുത്തത് ഇരുന്നിട്ടില്ല, പുറത്തും വന്നില്ലേ? സൈലൻസ്. അമ്മേ സാറ് ഉണ്ടല്ലേ, അങ്ങനെ ക്ലാസ്സിൽ നിർത്തിയുണ്ട്. എന്താടി അത്? എന്റെ വയറ്റീന്ന വിശന്നിട്ട്. നൈസ്. വിശക്കുവാടി. എന്തരുത്, ഞങ്ങൾ രണ്ടുപേരും നിന്നോട് മാറി മാറി പറഞ്ഞതാ ഹോസ്റ്റലിൽ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടാണ്. അപ്പൊ അവിടെ കേൾക്കൂല. പിന്നെ പുള്ളിക്കാരുടെ റബ്ബർ ഷീറ്റ് കഴിക്കുന്നതിനേക്കാളും നല്ലൊന്നും കഴിക്കാതിരിക്കുന്നതാ. പുള്ളിക്കാരുടെ ചപ്പാത്തി കഴിക്കണമെങ്കിൽ എക്സ്ട്രാ പല്ലും വേണം, സ്പെഷ്യൽ ട്രെയിനിങ്ങും വേണം. സത്യം, പുള്ളിക്കാരുടെ ചപ്പാത്തി കഴിച്ചാൽ ഒരാഴ്ചത്തേക്ക് പിന്നെ പല്ല് അനക്കാൻ പറ്റില്ല. സൈലൻസ്. ഓ, ഇങ്ങനെ അങ്ങോട്ട് സമ്മതിക്കല. ഓ, നിന്റെ കൊച്ചിനോട് ഒച്ച ഉണ്ടാക്കില്ലെന്ന് പറ. ബ്രേക്ക് ടൈമിൽ നമുക്ക് ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിക്കാം. വേഗം മാടി, പപ്പടം തീർന്നു പോവും. അവളുടെ ഒരു പപ്പടം. പോ അങ്ങോട്ട്. എടി, നീ പോയി ചേട്ടനോട് പറ. എനിക്ക് പേടിയാ. എന്നാ ഞാൻ പോയി ചേട്ടനെ വിളിച്ചോണ്ട് വരാം. ഇതെന്തടി? സംശയമുണ്ടോ? പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാ. ഓ, ഇവര് ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ? തോന്നുന്നു. എന്താലേ, വന്നിട്ടൊരു വർഷമായില്ല, അപ്പോഴേക്കും. എന്തോ ആരായി പറയണേ? ഞാൻ ചുമ്മാ അറിഞ്ഞല്ലേ. പിള്ളേർ പ്രേമിക്കട്ടെ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.
അതെ അതെ, വാ. എന്താ? അല്ല, നിനക്ക് ആ പപ്പടം വേണ്ടെങ്കിൽ ഞാൻ എന്റെ പപ്പടത്തിൽ തൊട്ടാണ്ടല്ലോ കുത്തും ഞാൻ. ആ എന്നാലും കാർത്തികേട്ടൻ സ്റ്റോപ്പ്. ഇനി ഇത് പറഞ്ഞ അച്ഛനടുത്ത് കണ്ണി തെക്കും ഞാൻ. അവളെന്തി? അവള് വാഷ്റൂം വരെ എപ്പോ വരും? എന്നാ നീ ബില്ല് കൊടുക്ക്, എന്നിട്ട് അങ്ങ് പോവാം. ബില്ല് കൊടുക്കാനാ? അപ്പൊ നിന്റെ കാശല്ലേ? എന്റെ കയ്യിൽ എവിടുന്നാ? നിന്റെ കയ്യിലും ഇല്ലേ? എന്റെ കയ്യിലില്ല. അടിപൊളി. ഇനിയിപ്പോ എന്ത് ചെയ്യും? പാത്രം കഴുകി കൊടുത്താലോ? ചേട്ടാ പാത്രം ഉണ്ടോ? ഇങ്ങോട്ട് മാറിക്കട്ടെ. എന്താ? ഒന്നുമില്ല, ഇപ്പൊ പെട്ടെന്ന്. അവളെന്തേടി? ആർക്കറിയാം. ബൈ ദ വേ ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് ഒക്കെ സെറ്റല്ലേ? കച്ചവടം കുഴപ്പമില്ല. പിന്നെ കഴിച്ച കാശേരത്തെ കുറെ പെണ്ട് പിള്ളേരുണ്ട്, അവരെ ഉള്ളൊരു പ്രശ്നം. ആണല്ലേ? എവിടെയോ കുത്തി പറഞ്ഞാലോ ഫീൽ ചെയ്തില്ലേടി? വല്ലാണ്ട്. വന്ന ഇത്ര നേരം നീ എവിടെയായിരുന്നു? സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. ഇനിയിപ്പോ ക്ലാസ്സിൽ പോവാലോ? നോ, ദാറ്റ്സ് ഇമ്പോസിബിൾ. ക്ലാസ്സിൽ പോകണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ കാശ് കൊടുക്കണം. ഇവിടുത്തെ കാശ് കൊടുക്കണമെങ്കിൽ കൈ കാശ് വേണം. ഞങ്ങളുടെ കൈ കാശില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെ കയ്യിലും 5 പൈസ ഇല്ല. ഇനി എന്ത് ചെയ്യൂടി? ഇതും കൂടെ പറ്റിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ പറ്റ് ബുക്ക് എടുത്ത് നമ്മുടെ തലക്കടിക്കും. തീർച്ചയായും, ഒരു സംശയമില്ല. അന്നമ്മേ, നിന്റെ വല്ലതും ഉണ്ടോടി? ഞാൻ കൊടുക്കാം. സത്യം? പരമാത്രം? ഇവിടുന്ന് കൊച്ചു കള്ളി. മോളെ സേതു, ഇനി വന്നേടി. നിന്റെ കാർത്തികേട്ടന്റെ ചങ്കിടിപ്പല്ലേ അവിടെ ഇരിക്കുന്നേ? അവരോട് ചേട്ടനെ കാണുന്നില്ലല്ലോ. പുള്ളി ഇന്ന് വന്നില്ല എന്ന് തന്നെ ആട്ടോ തോന്നുന്നേ. നീ പോയി ചോദിക്കി. ഞാൻ എന്തിനാ പോയി ചോദിക്കുന്നേ? നീ അല്ലാതെ പിന്നെ ഞാൻ പോയി ചോദിക്കണോ? ഇത് കണ്ട് കാർത്തികേട്ടനെ കണ്ടോ കേട്ടോന്ന് പറഞ്ഞ എന്റെ അടുത്ത് വന്നാണ്ടല്ലോ. ഞാൻ പോവാ, ചോദിക്കാം. മാറിക്കാം അങ്ങോട്ട്. ദൈവമേ, ഒരു ആവേശത്തിൽ കെട്ടിപ്പുറപ്പെട്ട് ഇറങ്ങിയതാ. ദൈവമേ, ഒന്നും വരുത്തല്ലേ, എന്നെ കാത്തോണേ. ഹലോ ഗൈസ്. ഇതാര്? എന്തേടി നിന്റെ വാല് രണ്ടും? അവരവിടെ ഉണ്ട്, ഞാൻ ചുമ്മാ വന്നതാ. ഓ, അല്ല നീ കഴിച്ചോ? ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. അല്ല, ഇന്നെന്തേ ഈ ഗ്യാങ്ങിന്റെ തലൈവനെ കണ്ടില്ലല്ലോ? വന്നില്ലേ? വന്നു. ആണോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. നീ കണ്ടില്ല? അത് ഭയങ്കര മോശമായി പോയല്ലേടാ. ആടാ, കഷ്ടായിപ്പോയി. സാരില്ല, നീ ഇപ്പൊ തിരിഞ്ഞു നോക്ക്, നിന്റെ പുറകെ നിപ്പുണ്ടല്ലോ. പുറകിലോ? சிரிக்கலாம், பறக்கலாம், இறக்கைகள் முளைத்ததே, மிதக்கலாம், குதிக்கலாம், கவலைகள் மறக்குமே. சிரிக்கலாம், பறக்கலாம், இறக்கைகள் முளைத்ததே, மிதக்கலாம், குதிக்கலாம், கவலைகள் மறக்குமே. நேரங்கள் காலங்கள் சில் பண்ண தேவையில்லை. சேஸ் என்று கூவிப்பார், சொர்க்கமும் தூரம் இல்லை. சாட்டர்டே நைட் மட்டும் பாடிகள் போதவில்லை. அன்றாடம் சண்பந்தான் வேறிங்கு வேலை இல்லை. ഒന്നുമില്ല. ക്ലാസ്സിൽ പോടി. ഞാൻ പോയി. എടാ, അമ്മേ, എന്തുവാടാ ഇത്? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. നിനക്കെന്താന്ന് മനസ്സിലായില്ലല്ലേ?
എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്കും. എന്താടാ നിനക്ക് അവളെ കണ്ടപ്പോ ഒരു ചിരി? ഞാൻ ചുമ്മാ ചിരിച്ചത്. അവന്റെ ഒരു ചുമ്മാതിന് കഷ്ടമുണ്ട് കേട്ടോടാ അവളിങ്ങനെ വെറുതെ പുറകെ നടത്തിക്കുന്നല്ലേ. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? ഉഫ് എടാ അഭിനയ സിംഹമേ, അവക്ക് നിന്നെ ഇഷ്ടാണെന്ന് ഞങ്ങൾക്കും അറിയാം നിനക്കും അറിയാം. പക്ഷെ അതാ പൊട്ടിക്കറിയത്തില്ല. ആ കറക്റ്റ്. നീ ഇങ്ങനെ നോക്കൊന്നും വേണ്ട. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ അത് ഈ പൊട്ടൻ സമ്മതിച്ചു തരത്തില്ല. ആ വെരി കറക്റ്റ്. ഒന്ന് പോടാ, എനിക്ക് അവളോട് ഇഷ്ടമൊന്നുമില്ല. എന്തോ എങ്ങനെ? എടാ അന്ന് ആ കിരൺ അവളെ റാഗ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും പിന്നെ നീ എന്തിനാണാവോ ചാടിക്കറി അവനെ തല്ലിയത്? അത് പറഞ്ഞേ പറ. ഞാൻ അവനിട്ട് ഓൾറെഡി 2 ഓങ്ങി വെച്ചിരുന്നതാ. ഒരു ചാൻസ് കിട്ടിയപ്പോ അങ്ങ് പൊട്ടിച്ചു, അത്രേ ഉള്ളൂ. ചാടിത്തോണ്ടി വരുന്നു. ക്ലാസ്സിൽ പോ. ഓ എന്തായി ചോദിച്ചോ? ചോദിക്കാൻ ചെയ്തു, കാണുകയും ചെയ്തു. ആ ഇന്ന് വന്നായിരുന്നു. ഓഹോ ചിപ്പ ഓടുന്നു. എന്തൊരു നാണം. അമൃത ടീച്ചറെ, മാലിന്യ ടീച്ചറെ നിക്ക്. എന്താ ലഡ്ഡു എടുക്ക്. ആഹാ ലഡ്ഡുവോ? എന്താ സോഫി ടീച്ചറെ വിശേഷിച്ച്? എന്റെ മോന് 2ാമത്തെ കുഞ്ഞ് ജനിച്ചു, അതിന്റെ ഒരു സന്തോഷത്തില്. ആണോ? ആ കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. കൺഗ്രാചുലേഷൻസ്. അല്ല ടീച്ചറിന്റെ മോൻ എത്ര വയസ്സാ? അവന് അമൃത ടീച്ചറിന്റെ മോന്റെ പ്രായം. ഓ അല്ല അമൃത ടീച്ചറെ, നിങ്ങളെന്താ അവനെ കെട്ടിക്കുന്നില്ലേ? എന്റെ മോനും അവനും ഓരോ പ്രായമാണെന്നാ എനിക്ക് തോന്നുന്നേ, അല്ലേ? എന്റെ മോൻക്ക് 2 പിള്ളേരായി. ടീച്ചർ എന്താ അവന് ആലോചന ഒന്നും നോക്കുന്നില്ലേ? അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ. എന്നാ ഞാൻ പോട്ടെ ടീച്ചറെ, എല്ലാവർക്കും ലഡ്ഡു കൊടുക്കണം. ടീച്ചർ ചെല്ല്. അമൃത ടീച്ചറെ, ടീച്ചർക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. സിദ്ധാർത്ഥിന് ഞാനൊരു അലയൻസ് കൊണ്ടുവന്ന ടീച്ചർക്ക് അതിൽ കുഴപ്പമുണ്ടോ? അലയൻസോ? ആരുടെ? അത് എൻ്റെ മോളുടെ. ടീച്ചറിന്റെ മോളുടെയോ? പക്ഷെ ടീച്ചറിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? അയ്യോ അത് മൂത്തതിൻ്റെ. ഇത് ഞാൻ 2ാമത്തേൻ്റെ കാര്യമാണ് പറഞ്ഞേ. ഓ പക്ഷെ അത് കൊച്ചല്ലേ? ഹേയ് അവക്കിപ്പോ 25 വയസ്സുണ്ട്. ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ് ടെമ്പററി ആയിട്ട് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആണോ? ഞങ്ങളിപ്പോ അവർക്ക് കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ നന്ദേട്ടനോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചിട്ട് പറയാം ടീച്ചറെ. പിന്നെ എന്തായാലും കൊച്ചിന്റെ ഫോട്ടോ ഒന്ന് അയച്ചേരെ. അത് ഞാൻ അയച്ചേക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റാഫ് റൂമിൽ ഒന്ന് ചോദിച്ചാൽ മതി. ഓക്കെ സർ. ഓക്കെ ദെൻ താങ്ക് യു ക്ലാസ്.
സിദ്ധാർത്ഥ് സാർ. സ്വാതി, സ്വാതിയോ? ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, എന്നിപ്പോൾ ആരോ സിദ്ധാർത്ഥ് സാറിന്. അത് ഞാനാ വിളിച്ചേ. അല്ല, എനിക്കറിയാവുന്ന വേറൊരു ശബ്ദം. അത് ഞാനാ വിളിച്ചേ. ഓ, ഇവിടെ വേറെ ആരോ. ഇല്ലായിരുന്നു സാർ, ഞാനാ വിളിച്ചേ. ഓ, എനിക്ക് തോന്നിയതായിരിക്കും. എന്താ? നത്തിങ്. അല്ല, സാറെന്താ ഇവിടെ മഴ നോക്കി നിൽക്കുന്നേ? വെറുതെ. സാറെന്തേ ആലോചിക്കുന്നേ? ഞാൻ ചുമ്മാ പഴയ കുറച്ച് കാര്യങ്ങൾ. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇല്ലേ? ഓ, ഇവര് സമ്മതിക്കില്ല. ഞങ്ങൾ വെറുതെ സംസാരിച്ചു നിന്നതാ. എന്താണ് ഇത്ര കാര്യമായിട്ട് സംസാരിക്കാൻ? ഇനി ഞങ്ങളറിയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ നിങ്ങൾക്ക്? അലൻ സാറിന് ഈ ഒരു ക്ലാസ് ഇല്ലേ? ഉണ്ട്. എന്നാ സാറ് ചെല്ല്, ഞാനും പോട്ടെ. നടക്കട്ടെ നടക്കട്ടെ. ഹേയ്, എന്താ പരിപാടി? എന്ത് പരിപാടി? അല്ല, നീ എന്താ കറങ്ങി അടക്കാ? സാറ് കാണണ്ടാട്ടോ. കറങ്ങി അടക്കൊന്നുമല്ല, ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? എൻ്റെ കല്യാണം. കല്യാണം? അത് ശരി. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? നീ ഇവളോടൊന്നും പറഞ്ഞില്ല? ഇല്ല, മറന്നുപോയി. അത് നന്നായി. അല്ല, നീ ഗ്രൂപ്പൊന്നും എടുത്തു നോക്കാറില്ലേ? ഇല്ല, എനിക്ക് മൂഡ് ഉണ്ടാവാറില്ല. നന്നായി. എനിവേ, ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ കല്യാണമാണ്, വരുന്ന 28-ാം തീയതി. ഡേറ്റ് മറന്നു പോരുത്. പിന്നെ ഗ്രൂപ്പിൽ കയറി നോക്കിക്കോ, എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. സ്ഥലം മാറി എവിടെയെങ്കിലും പോയി കയറി വയ്ക്കരുത് കേട്ടോ. അതൊക്കെ ഞാൻ നോക്കാം. എന്നാലും ഇവിടെ പൊട്ടാ നീ ഇത് എങ്ങനെ? എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമുണ്ട് എൻ്റെ മോളെ. എന്താ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ, ഇച്ചിരി പരിപാടിയുണ്ട്. ചെല്ല്. നീ ഇങ്ങനെ ഇരുന്നോ, എല്ലാരും കല്യാണം കഴിച്ചു പോവാ. നിനക്കും വേണ്ട ഇങ്ങനെ ഓരോന്നൊക്കെ. ഓ, നീയും കൂടി അമ്മയെ പോലെ തുടങ്ങല്ലേ. ഞാനിങ്ങനെ സന്തോഷമായിട്ടിരിക്കണോണ്ട് നിങ്ങൾക്ക് ആർക്കും സഹിക്കുന്നില്ല അല്ലേ? ഇല്ല. അല്ലടി മോളെ, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിനക്ക് കെട്ടാനൊന്നും പ്ലാനില്ലേ? മോളിട്ട് നല്ല വർക്ക് നോക്കിക്കേ. അയ്യേടാ, അങ്ങനെ സിമ്പിൾ ആയിട്ട് ഊരി പോന്ന് വിചാരിക്കണ്ട. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞിട്ട് പോയാ മതി. എന്ന് വാടി, ഒന്ന് പോ. എടി, മര്യാദയ്ക്ക് പറഞ്ഞോ. സമ്മതിക്കൂല. അങ്ങനെ വലിയ റീസൺ ഒന്നുമില്ല. എനിക്ക് എൻ്റെ അമ്മേനെ അച്ഛനെ വിട്ടു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഓ, അപ്പൊ നിന്റെ ഹോം സിക്നസ് കാരണമാണോ നീ കെട്ടാത്തെ? അങ്ങനെയും പറയാം. എന്ന് വെച്ചാൽ നീ ഇങ്ങനെ ലൈഫ് ലോങ് കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവാ? പറ്റുന്ന അത്രയും നാള്. ഇതോ നിന്റെ കെട്ടിയും വിളിക്കുന്നു. പോ. നിക്കട്ടാ, ഞാൻ സംസാരിക്കട്ടെ. ഇപ്പൊ വരാം. എന്തു വാടി നിനക്ക്? മിണ്ടരുത്, ഞാൻ ഇപ്പൊ വരാം, നിക്ക്. നന്ദേട്ടാ, നമ്മുടെ മാലിന്യ ടീച്ചറല്ലേ? ടീച്ചർ എന്നോടൊരു കാര്യം ചോദിച്ചു. എന്ത്? ടീച്ചറുടെ രണ്ടാമത്തെ മോളെ സിദ്ധുവിനെ ആലോചിച്ചാലോ എന്ന്. നന്ദേട്ടാ, നമുക്കിതൊന്ന് ആലോചിച്ചാലോ? ഞാൻ ടീച്ചറോട് കൊച്ചിന്റെ ഫോട്ടോ ഒക്കെ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആലോചിക്കാം, പക്ഷെ അവൻ സമ്മതിക്കോ? അവന്റെ സമ്മതം കിട്ടിയിട്ട് അവന്റെ കല്യാണം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവന്റെ സമ്മതം ഇല്ലാതെ എങ്ങനെയാ? നിങ്ങൾ ഇങ്ങനെ തുടങ്ങല്ലേ. അവനോട് ഇതിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചാ പോരെ? അല്ല, കൊച്ചിന്റെ പേരെന്താ? അയ്യോ, ഞാൻ ചോദിച്ചില്ല. ഇന്നിനിപ്പോ ഫോട്ടോ അയക്കുമ്പോ ചോദിക്കാം. ഇതെങ്കിലും നടന്നാ മതിയായിരുന്നു. സോറിടാ, ഞാനിന്ന് ലേറ്റ് ആവും. അപ്പൊ ഞാനെങ്ങനെ വീട്ടിൽ പോവും? എടാ, ഇന്ന് നീ വല്ല ഊബർ ബുക്ക് ചെയ്യ്. നാളെ ഞാൻ ഉറപ്പായിട്ടും പിക്ക് ചെയ്യാൻ വരാം. ശരി. അല്ല, എന്നിട്ട് എപ്പോഴാ വീട്ടിലെത്തുന്നേ? ഞാനൊരു 7 മണിയൊക്കെ ആവുമായിരിക്കും. ശരി, ഞാൻ വിളിക്കാവേ, കുറച്ച് പണിയുണ്ട്. ശരി.
എന്തു പറ്റി? ഇച്ചി ഇന്ന് വരില്ലേടി, അവിടെ ഓഫീസിൽ കുറേ പണിയുണ്ടെന്ന്. അപ്പം എന്നോട് വല്ല ഊബറും പിടിക്കാൻ പറഞ്ഞു. ഓ, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ പോരെ. വീട് വരെ കൊണ്ടാക്കോ? പിന്നെ വീട് വരെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാം. പോടി, എന്നെ കൊണ്ടൊന്ന് വയ്യ ബസ്സിൽ പോകാൻ. ഞാൻ ഊബർ വിളിച്ചോളാം, അതാകുമ്പോഴത്തേക്ക് എന്നെ ഇവിടെ വന്ന് പിക്ക് ചെയ്തോളും. ഓ, ആയിക്കോട്ടെ. സൂക്ഷിച്ചൊക്കെ പോണേ. ഓ ആയിക്കോട്ടെ. എങ്ങോട്ടാ? സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് വരാം. ആ ചെല്ല്. പിന്നെ പാക്ക് ചെയ്തിട്ട് അപ്പം തന്നെ പോകാൻ നിൽക്കണ്ട കേട്ടോ, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ശരി. നല്ല മഴക്കോളുണ്ടല്ലോ. അയ്യോ, മഴ പെയ്താൽ നീ എങ്ങനെ പോവും? ശരിയടി, നീ വേഗം പൊക്കോ, മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. നീ വേഗം വീട് പിടിക്കാൻ നോക്ക്. ശരിയടി, നാളെ കാണാം. ദൈവമേ, മഴ പെയ്യുമെന്ന് തോന്നുന്നല്ലോ. മൊത്തം നനഞ്ഞ്. ഓ, പച്ചമലയാളത്തിൽ അമ്മ രാവിലെ കുടയെടുക്കാൻ പറഞ്ഞതാ, അങ്ങനെയാ കേൾക്കൂലല്ലോ. അച്ചു, മഴയത്ത് കളിക്കാതെ ഇങ്ങോട്ട് വേറെ. ഞാനോ? ഇല്ല, ഞാൻ വരൂല. കൊച്ചിനോട് പറഞ്ഞായിരുന്നോ? അയാളെ ഞാൻ എവിടെയോ സിദ്ധാർത്ഥ്, ഇയാളെന്താ ഇവിടെ? അയ്യോ, ഇവിടെ സേഫ് അല്ല. ഓടിക്കോ.